അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. താൻ എന്തെങ്കിലും എന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയില ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന തന്നെ. ആ പ്രതീക്ഷ അസ്തമിക്കുന്ന നിമിഷം ഞാൻ എന്റെ ഈ ജീവിതം അവസാനിപ്പിക്കും. നമുക്ക് റൂമിലേക്ക് പോയാലോ? അത് വേറൊന്നും കൊണ്ടായിരിക്കില്ല, ഈ വെയിലത്ത് നടന്നതിന്റെ ആയിരിക്കും. എനിക്ക് ഒട്ടും വയ്യ. ഇനി ഇവിടെ നിന്ന് ചിലപ്പോ തലയിറങ്ങി വീഴും. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് പ്രസാദവും വാങ്ങി പെട്ടെന്ന് മുറിയിലേക്ക് പോയേക്കാം. പ്രസാദം വാങ്ങി ഗൂഗിൾ വന്നാ മതി. ഞാൻ മുറിയിലേക്ക് പോവാം. പ്ലീസ് ഗൂഗിൾ, എനിക്ക് ഒട്ടും വയ്യാത്തോണ്ടാ. ആണോ? എങ്കിൽ താ മുറിയിലേക്ക് ചെല്ലേ, ഞാനങ്ങ് വന്നേക്കാം. അർച്ചന, 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 മൂർത്തിയകത്തേക്ക് വരണ്ട, ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. അല്ല, ഞാൻ പറഞ്ഞത് മാഡത്തിന് ഓർമ്മയുണ്ടല്ലോ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അവര് നമ്മൾ വിചാരിക്കുന്ന പാർട്ടിയല്ല. നമ്മളും കുറഞ്ഞ പാർട്ടികളല്ലല്ലോ മൂർത്തി. അവന്തിക അല്ലേ? അതെ, കയറി വരൂ. പ്ലീസ് ഹാവ് എ സീറ്റ്. താങ്ക് യു. എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ? നോട്ട് ബാഡ്. ഒരുപാട് ഫ്രഷേഴ്സ് ഒക്കെ ഇപ്പൊ രംഗത്തുണ്ടല്ലോ. അതിനിടയിൽ പിടിച്ചേക്കാൻ ചെറിയ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. സിത്താരയ്ക്ക് പിന്നെ മത്സരത്തിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും തകർക്കാൻ പറ്റാത്ത ഉയരത്തിലല്ലേ നിങ്ങളുടെ സാമ്രാജ്യം. അതിന്റെ ക്രെഡിറ്റ് മുഴുവനും എന്റെ മോളുടെ ഹസ്ബൻഡിനാ. ഹി ഈസ് എ വെരി ഷാർപ്പ് ആൻഡ് എഫിഷ്യന്റ് ബിസിനസ്മാൻ. അർച്ചന, അർച്ചന നിക്കേ. അർച്ചന, അർച്ചന നിക്കേ. അർച്ചന, 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 ഇത് ഞാനാ നിന്റെ സച്ചേട്ടൻ. അർച്ചന, വാതിൽ ഓർക്ക്. നിനക്കെന്നെ മനസ്സിലായില്ലേ? നിനക്കെന്നെ ഓർമ്മയില്ലേ? അർച്ചന, 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 നിനക്കെന്നെ മനസ്സിലായില്ലേ? അർച്ചന, എന്നെ നിനക്ക് ഓർമ്മയില്ലേ? നീ എന്നോടിങ്ങനെ ഒരു അന്യനെ പോലെ പെരുമാറില്ലേ? പ്ലീസ്, എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. എന്റെ മനസ്സ് തകരുക. ഒരേ ഒരു നിമിഷം നീ എന്നോടൊന്ന് സംസാരിച്ച നിന്റെ എല്ലാ ഓർമ്മയും തിരിച്ചു വരും. പ്ലീസ് അർച്ചനെ. അർച്ചന, പ്ലീസ്. അർച്ചന. സച്ചേട്ടാ, എന്റെ മുമ്പിൽ ഇപ്പൊ വേറെ വഴിയില്ല സച്ചേട്ടാ. എനിക്കറിയാം എന്റെ അർച്ചനയ്ക്ക് ഒരിക്കലും എന്നെ മറക്കാനാവില്ലെന്ന്. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതവും
നല്ല നിമിഷങ്ങളും ഒക്കെ നിനക്ക് എങ്ങനെ മറക്കാൻ പറ്റുന്നേ? ഇത്രയും കാലം ഞാൻ നിന്നെ എവിടേക്ക് അന്വേഷിച്ചെന്നോ? നിനക്ക് എന്താ പറ്റിയത്? നീ ആകെ മാറിപ്പോയി, വേറെ ആരോ ആയിപ്പോയി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നീ എത്ര മാറിയാലും നിന്റെ സച്ചേട്ടന് ഒരു മാറ്റമില്ലാതെ ഇവിടെ തന്നെയുണ്ട്, നിന്നെയും കാത്ത്. എനിക്കറിയാം, ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരുമെന്ന്. കാരണം ഈശ്വരനായിട്ട് കൂട്ടി യോജിപ്പിച്ചതാ നമ്മളെ. നമ്മൾ പിരിയില്ല അർച്ചനെ. ഞാൻ അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. താൻ എന്തെങ്കിലും എന്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയില ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന തന്നെ. ആ പ്രതീക്ഷ അസ്തമിക്കുന്ന നിമിഷം ഞാൻ എന്റെ ഈ ജീവിതം അവസാനിപ്പിക്കും. നിനക്കൊപ്പം ജീവിച്ച് കൊതി തീർന്നില്ല എനിക്ക്. ആരാ നീ? അത് അല്ല, അത് ഞാൻ പട്ടാപ്പകൽ മോഷ്ടിക്കാറായിക്കാണോ? അയ്യോ, ഞാൻ കള്ളനൊന്നുമല്ല, ഒരു ടാക്സി ഡ്രൈവറാ. തനിക്കെന്താ ഇവിടെ കാര്യം? ഡ്രൈവറാണെങ്കിലേ വണ്ടി പോയിരിക്കണം. ഇത് അമ്പലത്തിന്റെ ഗസ്റ്റ് ഹൗസാ. എന്ന് പറഞ്ഞാ അമ്പലത്തിൽ തൊഴാൻ വരുന്ന VIP-കൾക്ക് താമസിക്കാനുള്ള സ്ഥലം, അല്ലാതെ തന്നെ പോലുള്ളവർക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലേ ഇത്. ഇങ്ങോട്ട് വാടാ. അത് വാടാ ഇങ്ങോട്ട്. അല്ല, ചേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരാളെ കാണാൻ. അയ്യോ ചേട്ടാ, ഞാൻ പ്ലീസ് ചേട്ടാ, എനിക്ക് ഒരാളെ കാണാൻ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇങ്ങോട്ട് വാടാ.